എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു EVയുമായിട്ട് നമ്മൾ ഹിൽ സ്റ്റേഷനിലെല്ലാം പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ ഇത്തവണ പോകുന്നത് ഇല്ലിക്കൽ കല്ലാണ്. വളരെ വലിയ കയറ്റങ്ങളുള്ള മലനിരകളിൽ കൂടി പോകേണ്ട ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. EVയായിട്ട് പോകുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ റൂട്ടിലില്ല. അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മുഴുവൻ റൂട്ടും ഞാൻ സിറ്റി മോഡിൽ തന്നെയാണ് ഓടിച്ചത്. റീജനറേഷൻ 3-ലിട്ടത്. ചില സമയങ്ങളിൽ വലിയ കയറ്റം വരുമ്പോൾ സ്പോർട്സ് മോഡിലാക്കിയിരുന്നു. വളരെ പെട്ടെന്ന് കയറുന്നതിന് വേണ്ടി സ്പോർട്സ് മോഡിൽ ആക്കിയില്ലെങ്കിൽ കൂടി സിറ്റി മോഡിൽ തന്നെ കയറാവുന്ന കയറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എത്ര വലിയ കയറ്റം കയറുന്നതിനും EVയെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ചുറ്റും മലനിരകളും അതുപോലെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയും. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലായിട്ടൊരു വാഹനം പോകുന്നതുകൊണ്ട് KSRTCയുടെ ഉല്ലാസയാത്രാ ബസ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന ബസ്സാണ്. വളരെ വലിയൊരു കയറ്റം, വളരെ ബുദ്ധിമുട്ടി കയറുന്ന ഒരു ബസ്സായതുകൊണ്ട് അല്പനേരം ഞങ്ങൾക്ക് അതിൻ്റെ പുറകെ തന്നെ അങ്ങനെ പോകേണ്ടതായിട്ട് വന്നു. വീതി കുറഞ്ഞ വഴിയാണ്. ഓവർടേക്ക് ചെയ്യാനെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓടിക്കേണ്ട റോഡുകളാണ് ഇവിടെയെല്ലാം ഉള്ളത്. വളരെ നല്ല പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ. വെക്കേഷൻ സമയത്തെല്ലാം ഒരു പക്ഷേ ഇവിടെ പാർക്കിംഗ് ഫുള്ളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് നടന്നു വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അല്പ ദൂരം ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അടുത്ത് വരെ ജീപ്പിലായിട്ട് മുകളിലേക്ക് പോകാൻ കഴിയും. ഞങ്ങളങ്ങനെ ആ KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്താണ് മുന്നോട്ടെത്തിയത്. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ട KSRTCയുടെ ഉല്ലാസയാത്ര എന്ന ബസ് വരുന്നത് കണ്ടത്. വളരെ വലിയ കയറ്റങ്ങളായതുകൊണ്ട് ഈ ബസ്സിനെല്ലാം വളരെ പതുക്കെ മാത്രമേ കയറി വരാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ടു. അവിടെ നിന്ന് അല്പം കൂടി നമ്മൾ മുന്നോട്ട് പോയാലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് 20 രൂപയാണ് ടിക്കറ്റിനുള്ളത്. അതുപോലെ തന്നെ 39 രൂപ ജീപ്പ് സഫാരിക്കുമായിട്ട്. അങ്ങനെ ഒരാൾക്ക് 59 രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഈ എക്കോ ടൂറിസം സ്പോട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഇവിടെ നിന്നുള്ള മുകളിലുള്ള ജീപ്പ് സഫാരിക്ക് ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം KSRTC ബസ് വന്നപ്പോൾ അടുത്ത് വരുന്ന ജീപ്പുകൾക്കെല്ലാം അവർ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് പുറകെ മറ്റൊരു KSRTC ബസ് കൂടി വരുന്നുണ്ടെന്ന്. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന ജീപ്പുകൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് കയറാൻ സാധിക്കുമായിരുന്നുള്ളൂ. നല്ല നട്ടുച്ച സമയമായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീപ്പ് സഫാരി വേണ്ടെന്ന് വെച്ചു. ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് തൽക്കാലം ഞങ്ങൾ ഈ വെയിലത്തുള്ള ട്രക്കിംഗ് ഒഴിവാക്കി. ഏതായാലും ഞങ്ങളുടെ ഉദ്ദേശം നമ്മളുടെ EVയിൽ ഇല്ലിക്കൽ കല്ല് വരിക എന്നുള്ളതായിരുന്നു. ഇല്ലിക്കൽ കല്ലിൻ്റെ
ചുറ്റുപാടുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് പകർത്തി. ഇനി ഇവിടെ നിന്ന് ട്രക്കിംഗ് മാത്രമാണുള്ളത്. ഇവിടെ ഈ പോയിന്റിൽ നിന്നാണ് ജീപ്പുകൾ വന്ന് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജീപ്പുകളിൽ പോകുന്നവരെ ഏതാണ്ട് ഒരു 1 കിലോമീറ്ററോളം ദൂരം കൊണ്ടുവിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് അവിടെ നിന്ന് വീണ്ടും നടന്ന് തന്നെ കയറണം. KSRTCയുടെ ബസ്സുകൾ മാത്രമാണ് ഉച്ചസമയത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളായതുകൊണ്ട് ഏതാണ്ട് ഈ സമയത്താണ് ഇവിടെ എത്തുക. രാവിലെയും വൈകുന്നേരമെല്ലാം ആണ് ഇവിടെ ഈ ട്രക്കിങ്ങിന് കയറാനായിട്ട് സ്യൂട്ടബിളായിട്ടുള്ള സമയം. കാരണം അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഇവിടെ കയറാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഈ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് ട്രക്കിംഗ് ആയിട്ട് കയറേണ്ടത്. നല്ല വെയിലുള്ള സമയമായിട്ട് കൂടി മോൾ ഭാഗത്തെല്ലാം കോട ഇറങ്ങിയത് കണ്ടു. അങ്ങനെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ KSRTC ബസ്സും ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ EV ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. എൻ്റെ പല സുഹൃത്തുക്കളും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ജിമിനി ഒഴിവാക്കി ഈ EVയുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആദ്യം പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് അടുത്തിടെ കുറച്ച് വീഡിയോകൾ ഞാൻ EVയുടെ വിശേഷങ്ങൾ കൂടി പറയുന്നത്. 4 വീൽ ആയിട്ട് ഉപയോഗിക്കേണ്ടാത്ത എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് EV ഉപയോഗിക്കുന്നതാണ്. ടാറ്റ പഞ്ചിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 190 mm ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനവുമാണ്. ഒരുവിധം ഓഫ് റോഡുകളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണിത്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇലവിഴ പൂഞ്ചിറ എന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. അതുകൂടി കാണിക്കാം. ഇതുപോലെ തന്നെയുള്ള വളരെ കയറ്റയിറക്കമുള്ള ഒരു സ്ഥലമാണിത്. ഈ വാഹനം കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെയും പോയത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.